ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സ്കൂൾ കായികമേളയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. ഇവിടെ എത്തുന്ന കായിക പ്രതിഭകളെ വരവേൽക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അനന്തപുരിയിൽ തയ്യാറായി കഴിഞ്ഞു. നാളെ വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റാണ് ആദ്യം. മലയാളികളുടെ അഭിമാനം IM വിജയൻ വിദ്യാഭ്യാസ മന്ത്രിക്കൊപ്പം ദീപശിഖ കൊളുത്തു. മേളയിൽ അണ്ടർ 40, 70, 90 വിഭാഗങ്ങളിലും സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളും ഉൾപ്പെടെ 20,000-ഓളം കായിക പ്രതിഭകളാണ് ഒരുമിക്കുന്നത്. 22 മുതൽ 28 വരെ 12 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ച് ഇന്ന് രാത്രി അനന്തപുരിയിലെത്തും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. അതോടൊപ്പം നാളെ രാവിലെ 10 മണിയോടുകൂടി സ്വർണ്ണക്കപ്പും ജില്ലയിലെത്തും. തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 12 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. പ്രധാന വേദി സെൻട്രൽ സ്റ്റേഡിയമാണ്. കൂടെ പുത്തൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള താത്കാലിക ഇൻഡോർ സ്റ്റേഡിയങ്ങളുമുണ്ട്. തുടർച്ചയായി 2ാം തവണയും കടൽ കടന്ന് ഗൾഫ് ടീം എത്തും. ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പഠിക്കുന്ന 7 സ്കൂളുകളിൽ നിന്നും 35 കുട്ടികൾ ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 12 പെൺകുട്ടികൾ കൂടി ഗൾഫ് മേഖലയിൽ നിന്ന് എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. കായികമേളയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ ഇത്തവണ തീം സോങ്ങും പുറത്തിറക്കിയിട്ടുണ്ട്. കുട്ടികളുടെ യാത്രാ സൗകര്യത്തിന് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 142 ബസ്സുകൾ വിവിധ സ്കൂളുകളിൽ നിന്നും ഉറപ്പാക്കിയിട്ടുണ്ട്. മേളയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. വിശാലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 2500ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മേളയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ അറിയാൻ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് മഴയുടെ കാര്യമാണ്. മഴയാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. മഴ പെയ്താലും ഒരു ബി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മഴ കൂടി മാറി നിന്നാൽ സംഗതി ഭംഗിയാകും. ശ്യാംകുമാറിനൊപ്പം വി സോണൻ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.